കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നാം ഒരുമിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഏറ്റവും പ്രയോജനകരമായി തീരട്ടെ എന്ന് ഉള്ള ആശംസയോടെ നമ്മുടെ ഈ പഠന പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് ഇന്ന് പ്രാരംഭമായിട്ട് 2 വേദഭാഗങ്ങൾ വായിച്ച് നമ്മുടെ പഠനം ആരംഭിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സസ് 1 to 4. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 1 Peter chapter 1 and verse 7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. നാം വായിച്ച ഈ 2 വേദഭാഗങ്ങളിലും യാക്കോബിലും പത്രോസിലും വിശ്വാസത്തിന്റെ പരിശോധന, ദ ട്രയൽ ഓഫ് യുവർ ഫെയ്ത്ത് എന്ന ഒരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ പ്രയോഗത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തിന്റെ വിവിധ വശങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ജനുവിനാണോ, യഥാർത്ഥമായതാണോ, ശരിയായതാണോ എന്ന് പരീക്ഷിച്ച് അറിയുക എന്നാണ് അതിൻ്റെ ലളിതമായ ആശയം. നാം 2ാമത് വായിച്ച പത്രോസിന്റെ ലേഖനത്തിലെ ആ വാക്യം നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ, കിങ് ജെയിംസ് വേർഷനിൽ വായിച്ചാൽ വിശ്വാസത്തിന്റെ പരിശോധന എന്നല്ല ഇംഗ്ലീഷിൽ, ദ ജെനുവിൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത് എന്നാണ്. മലയാളത്തിൽ വിശ്വാസത്തിന്റെ പരിശോധന എന്നാണ്. എന്നാൽ KJV-യിൽ ദ ജെനുവിൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത്, അതായത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിജസ്ഥിതി അറിയേണ്ടതിന് എന്നാണ് ഈ സാധാരണ നാം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആശയം വളരെ വ്യക്തമായല്ലോ. നമ്മുടെ വിശ്വാസത്തിന്റെ ജെനുവിൻനെസ്, ദ ജെനുവിൻനെസ് ഓഫ് അവർ ഫെയ്ത്ത്, ദ റിയാലിറ്റി ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ നിജസ്ഥിതി, യഥാർത്ഥമായ സ്ഥിതി എന്ത് എന്നറിയുവാനുള്ള പരിശോധനയാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രയോഗം, പരിശോധന എന്നുള്ള പ്രയോഗം, പല ലോഹങ്ങൾ, മെറ്റൽസ്, അതിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ പരിശുദ്ധി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതായ ഒരു വാക്കാണ്. ഉദാഹരണമായിട്ട് സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ അത് ശുദ്ധമല്ല, എന്നാൽ അത് തീ കൊണ്ട് ശോധന കഴിക്കുമ്പോഴാണ് അതിൻ്റെ കീടമെല്ലാം ഉരുകി അഴുക്കെല്ലാം മാറി അത് ശുദ്ധ പൊന്നായിട്ട് തീരുന്നത്. അതാണ് ട്രയൽ അല്ലെങ്കിൽ പരിശോധന എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ലോഹത്തിന്റെ അഴുക്കെല്ലാം കളഞ്ഞ് അത് ശുദ്ധമായി തീരത്തക്കവണ്ണം തീയിൽ കൂടെ അതിനെ വിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ, അതിനുപയോഗിക്കുന്ന വാക്കാണ് പരിശോധന എന്നുള്ള വാക്ക്. ആ വാക്കാണ് ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ ആശയം നമുക്ക് ലളിതമായ ആശയമാണ്. നമുക്ക് വ്യക്തമായി നാം പിടിച്ചിരിക്കുന്ന, നമുക്കുണ്ട് എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസം ശരിയായതാണോ, ഉറപ്പുള്ളതാണോ, അതിൻ്റെ നിജസ്ഥിതി എന്താണ്, അതിൻ്റെ റിയാലിറ്റി എന്താണ്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു ലോഹം ശുദ്ധീകരിക്കപ്പെടുവാൻ, അതിൻ്റെ ശരിയായ നില വെളിപ്പെട്ട് വരുവാനായി ലോഹം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലെ
നമ്മുടെ വിശ്വാസത്തിന്റെ ജെനുവിൻനെസ് തെളിയിക്കാനായിട്ട് പരിശോധിക്കപ്പെടുന്ന കാര്യമാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. ഇനി യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യമാണല്ലോ നമ്മൾ ഇതിന്റെ ഒരു തീം വാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു പഠനമല്ല നാം ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിലെ ഈ വാക്യം ഒരു തലവാക്യമായിട്ട് നാം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ ഈ പരിശോധനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഇന്ന് പറയാനുള്ള മറ്റ് ഭാഗത്തേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പരിശോധന അല്ലെങ്കിൽ പരീക്ഷ എന്ന വാക്ക് പലവട്ടം വന്നിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളിലും പിന്നെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും 2 അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മൂലഭാഷയിൽ ട്രയൽ ആൻഡ് ടെംപ്റ്റേഷൻ, പരിശോധന, പരീക്ഷ, ഇതിനുള്ള വാക്കൊന്നു തന്നെയാണ്. എന്നാൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, സന്ദർഭം അനുസരിച്ചാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് തീരുമാനിക്കുന്നത്. വാക്കൊന്നു തന്നെയാണ്. ഒരേ വാക്കിന് 2 അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം തീരുമാനിക്കുന്നതിന്റെ സന്ദർഭമാണ്. ഇവിടെ യാക്കോബ് ലേഖനം നോക്കുക, 2:12 1-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന ശോധനകൾ, നമ്മുടെ വിശ്വാസത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്ന പരിശോധനകൾ, അതാണ് 1:2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോ ഹോളി ട്രയൽസ് കമ്മിങ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് വരുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുവാനുള്ള പരിശോധനകൾ, അത് ദൈവം അനുവദിക്കുന്നതാണ്. ഇനി യാക്കോബ് ലേഖനത്തിൽ 1:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അൺഹോളി ടെംപ്റ്റേഷൻസ് ഫ്രം വിതിൻ ദാറ്റ് ലീഡ്സ് ടു സിൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് പാപത്തിലേക്ക് നയിക്കത്തക്കവണ്ണം ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ, അതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്കൊന്നു തന്നെയാണ്, പക്ഷേ 2 അർത്ഥമാണ്. 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തെ ശോധന ചെയ്യാനായി ദൈവം അയക്കുന്ന ടെസ്റ്റുകൾ, ദൈവം അനുവദിക്കുന്ന പരിശോധനകൾ. അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പാപം ചെയ്യുവാൻ നമുക്കുണ്ടാകുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ. 2 ഉദാഹരണം പെട്ടെന്ന് പറയട്ടെ. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒരു ക്ലാസ് ആയതുകൊണ്ട് അത് ഉറപ്പിച്ചു വേണമല്ലോ മുമ്പോട്ട് പോകുവാൻ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം പറയുന്നത്, യഹോവ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അങ്ങനെയാണ് മലയാളത്തില്. ആ പരീക്ഷയുടെ അർത്ഥം എന്താ? പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണോ അർത്ഥം? അല്ല. അവിടെ പരീക്ഷിച്ചെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ യോസേപ്പിന് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ യോസേപ്പ് പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയും. യോസേപ്പിന് ഒരു പരീക്ഷ ഉണ്ടായി നമ്മൾ പറയും. അത് വിശ്വാസത്തിന്റെ ശോധന എന്നുള്ളതിനേക്കാൾ പാപം ചെയ്യുവാനുള്ള പ്രലോഭനമായിരുന്നു. അതിൽ വിശ്വാസത്തിന്റെ പരിശോധനയും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ആ കോണ്ടെക്സ്റ്റ് വെച്ച്, സന്ദർഭം വെച്ച്, ഒന്ന് ദൈവം അനുവദിക്കുന്ന വിശ്വാസത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുവാനുള്ള അവസരവും ടെസ്റ്റും, രണ്ടാമത്തേത് പാപം ചെയ്യുവാനുള്ള പ്രേരണ. ഇംഗ്ലീഷിൽ സാധാരണ ടെംപ്റ്റേഷൻ എന്നുള്ള വാക്ക് നമ്മൾ അതിന് ഉപയോഗിക്കും. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഈ 2ാമത്തെ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോംപ്റ്റിംഗ് ടു കമ്മിറ്റ് സിൻ, പാപം ചെയ്യുവാനുള്ള ഉൾപ്രേരണ. അപ്പോൾ ഈ വാക്കിന്റെ വ്യത്യാസം, ഒരേ വാക്കാണ്, സന്ദർഭം അനുസരിച്ച് 2 ആശയങ്ങളുണ്ട് എന്ന് അറിയാനായിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലെ 2-ാം വാക്യം യാക്കോബ് 1:2, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അകപ്പെട്ടാൽ എന്നല്ല, ഇംഗ്ലീഷിൽ നോട്ട് ഇഫ് ബട്ട് വെൻ യു ആർ ടെംപ്റ്റഡ്. എന്താ ഇഫും വെന്നും തമ്മിലുള്ള വ്യത്യാസം? പരീക്ഷിക്കപ്പെട്ടാൽ എന്ന് പറയുന്നതും പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ അതിന്റെ വ്യത്യാസം? പരീക്ഷിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടെന്നും വരാം, ഇല്ലെന്നും വരാം.
പരീക്ഷിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷിക്കപ്പെടുമെന്നാണ് ഇതിന്റെ അർത്ഥം. നാളെ ഞാൻ ഒരാളോട് പറയാന്ന് വിചാരിക്കുക, നാളെ സോരം വരുമെങ്കിൽ ആ ഇന്ന പുസ്തകം കൂടെ ഒന്ന് കൊണ്ടുവരണം എന്ന് പറയാ. അപ്പൊ നാളെ വരുമോ ഇല്ലെന്ന് ഉറപ്പില്ല. ചിലപ്പം വന്നെന്ന് വരും, ചിലപ്പോൾ വന്നില്ലെന്ന് വരും. നാളെ വരികയാണെങ്കിൽ ആ പുസ്തകം കൂടെ ഒന്ന് കൊണ്ടുവരണേ. എന്നാൽ നാളെ തീർച്ചയായിട്ടും വരാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരാളോട് പറയുമ്പോ എങ്ങനെ പറയുന്നേ? നാളെ വരികയാണെങ്കിൽ എന്നല്ല, നാളെ വരുമ്പോ ആ പുസ്തകം ഒന്ന് കൊണ്ടുവരണേ. ഇഫ് യു കം ആൻഡ് വെൻ യു കം. ഇവിടെ പരിശോധനയെക്കുറിച്ച്, പരീക്ഷകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെട്ടാൽ എന്നല്ല, അകപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ temptations or trials are inevitable. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അകപ്പെട്ടാൽ എന്നല്ല, അകപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അകപ്പെടുമെന്നാണ് ഇതിന്റെ അർത്ഥം. പരീക്ഷകൾ, പരിശോധനകൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. ദൈവമക്കളായ നാം അത് പ്രതീക്ഷിച്ച് വേണം ജീവിക്കുവാൻ. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളായതുകൊണ്ട്, ഞാൻ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല, യാതൊരു വൈഷമ്യവും എനിക്ക് ഉണ്ടാകുകയില്ല, ഒരു കഷ്ടപ്പാടും ഉണ്ടാകുകയില്ല. ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും, ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകും എന്നാരും വിചാരിക്കരുത്. എത്ര ആത്മീയരാണെങ്കിലും ഭക്തന്മാരാണെങ്കിലും പലതരത്തിലുള്ള പരിശോധനകൾ, അതോട് ചേർന്ന് പലതരത്തിലുള്ള സഫറിങ്സ്, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. നാം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നീക്കുവോക്കുകൾ തരും. ചിലപ്പോൾ ചിലതിനെ മാറ്റും, ചിലത് മാറ്റിയില്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോകാനുള്ള കൃപ തരും. അതെല്ലാം സത്യമാണ്. നാം അതിൽ നിരാശപ്പെടുകയോ തോറ്റുപോകുകയോ ഒന്നും ചെയ്യണ്ട, അതെല്ലാം സത്യമാണ്. എന്നാൽ ഈ വൈഷമ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളത് നാം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിലുള്ള തെറ്റായ ഒരു ഫിലോസഫി, തെറ്റായ ഒരു തിയോളജി എന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് സർക്കിൾസിലൊക്കെ ഉള്ളതായ ഒരു തിയോളജി എന്ന് പറയുന്നത്, ദൈവഭക്തിയായി നന്നായി ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവർക്ക് രോഗമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് വരാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അവരുടെ തന്നെ അനുഭവത്തിൽ അത് ശരിയല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ഈ പഠിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ എന്തെല്ലാം രോഗങ്ങളാൽ മരിക്കുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അത് പ്രത്യക്ഷമായി തന്നെ ഒരു നുണയാണ്, അതൊരു ഭോഷ്കാണ്. എന്നാൽ അങ്ങനെ അവർ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ദൈവമക്കളാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, ദൈവമക്കളാണെങ്കിൽ രോഗമുണ്ടാകാൻ പാടില്ല, ദൈവമക്കളാണെങ്കിൽ കഷ്ടപ്പാടുണ്ടാകാൻ പാടില്ല. അത് വളരെ ഫോൾസ് തിയോളജിയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് എന്താ? കഷ്ടങ്ങൾ, ശോധനകൾ വരുമ്പോൾ, വന്നാലെന്നല്ല, അതും ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഈ പരിശോധനകളോട് ചേർന്നാണ് സഫറിങ്സ്, കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് ചേർത്തങ്ങ് പറഞ്ഞു പോകുന്നത്. ഈ കഷ്ടങ്ങൾ, പരിശോധനകൾ വരുമ്പോൾ രണ്ട് നിലയിൽ അതിനോട് പ്രതികരിക്കാൻ കഴിയും. ദൈവമക്കളായി നമുക്ക് രണ്ട് നിലയിലുള്ള പ്രതികരണങ്ങൾ പോസിബിൾ ആണ്. പോസിബിൾ റെസ്പോൺസ് ടു ട്രയൽസ്. പരിശോധനകളോട് രണ്ട് നിലയിലുള്ള പ്രതികരണം നമുക്ക് സാധ്യമാണ്, അല്ലെങ്കിൽ രണ്ട് നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, അധൈര്യപ്പെട്ടു പോകാം, മനം മടുത്തു പോകാം. ചിലര് ദൈവത്തോട് മറുതലിക്കും, ചിലര് ദൈവത്തെ ചോദ്യം ചെയ്യാനിടയാകും, ആത്മീയമായിട്ട് ക്ഷീണിച്ചു പോകാനിടയാകും. എങ്ങനെയാണ് ഇനിയും ഞാൻ ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഇനി യോഗത്തിന് വരുന്നില്ല, ഇനി എന്തിനാ വേദപുസ്തകം വായിക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ചുരുക്കമായിരിക്കാം, എന്നാലും അങ്ങനെയുള്ള ആളുകളുണ്ട്. വിശ്വാസികളായി നമുക്കൊക്കെ അങ്ങനെ ഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ അത് നമ്മെ ഡിസ്കറേജ് ചെയ്യാനുള്ള, നമ്മെ റെബല്യസ് ആക്കുവാനുള്ള, നമ്മെ നിരുത്സാഹപ്പെടുത്തുവാനുള്ള, അല്ലെങ്കിൽ നമ്മെ ദൈവത്തിന് വിരോധമായി ദൈവത്തിന്റെ വഴികളെ സംശയിക്കുവാനും ദൈവത്തെ ചോദ്യം ചെയ്യുവാനുമുള്ള മനോഭാവത്തിലേക്ക് അത് നയിച്ചു എന്ന് വരാം. അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ നിങ്ങൾക്കും അറിയാമായിരിക്കും. ജീവിതത്തിൽ ഇത്രയും നാൾ ഭക്തിയോടൊക്കെ ജീവിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് വന്ന കണ്ടോ, ഇങ്ങനെ വന്ന കണ്ടോ, ഇനി എന്തിനാണ് ദൈവത്തെ വിളിക്കുന്നത് എന്നൊക്കെ അവരുടെ വിഷമം കൊണ്ടായിരിക്കും അങ്ങനൊക്കെ പറയുന്ന ആളുകളെ നാം കണ്ടു കാണും. അതാണ് ഒരു പ്രതികരണം. എന്നാൽ മറ്റൊരു പ്രതികരണം, ഈ വൈഷമ്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട്
ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കീഴ്പ്പെട്ട് ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളിൽ ദൈവത്തിന് നല്ലൊരു ഉദ്ദേശമുണ്ട് എന്ന് വിശ്വസിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് അതിന്റെ മധ്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള പലരുടെ ചരിത്രം വേണമെങ്കിൽ, എനിക്ക് തന്നെ അറിയാവുന്ന പലരുടെ കാര്യം വേണമെങ്കിൽ നിങ്ങളോട് പറയാൻ കഴിയും. നിങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ പലരെ കുറിച്ചോ നിങ്ങളെ കുറിച്ച് തന്നെയോ പലരെ കുറിച്ചും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. എന്റെ പെട്ടെന്ന് മനസ്സിൽ ഇപ്പോൾ വന്ന ഒരു കാര്യം ഒരു സന്തോഷമായോണ്ടത് പറഞ്ഞുകൊള്ളട്ടെ. ഞാന് ഒരു വിദേശ രാജ്യത്ത് ഒരു മലയാളി ഭവനത്തിൽ ചെന്നു. അല്പം പ്രായമുള്ള ഒരു സഹോദരനാണ് അവിടുത്തെ ആള്, ഗൃഹനാഥൻ. ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. സുഖമില്ലാതെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന അസുഖമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മാനസികമായൊക്കെ വിഷമമൊക്കെ ഉള്ള ഒരു അസുഖമാണ്. അദ്ദേഹത്തിന്റെ ഒരു മകള് ഇൻവാലിഡാണ്. അതായത് വിവാഹമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാതെ അവർക്കൊരു 10, 30, 25, 30 വയസ്സ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മകള് സുഖമില്ലാത്ത, എനിക്ക് ഒരുപക്ഷെ ജന്മനാ തന്നെ എങ്ങനെയായിരിക്കാം, സുഖമില്ലാത്തൊരു മകളാണ്. അവൾക്ക് വിവാഹം കഴിക്കാനോ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനോ ഉള്ള സാധ്യതയില്ല. അപ്പൊ അവൾ അങ്ങനെ വീട്ടിൽ ഈ അപ്പന്റെ കൂടെ കഴിയുകയാണ്. അപ്പൊ അപ്പന്റെ അമ്മ, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ ആശുപത്രിയിലാണ്. ഞാൻ ചെല്ലുന്ന ആ ദിവസം ആ മകള് ഈ നിലയിൽ ആണ് വർഷങ്ങളായിട്ട്. ഇദ്ദേഹം വളരെ ഭക്തനായ നല്ല ആത്മീയനായ ഒരു അപ്പച്ചനാണ്, പ്രായമുള്ളയാളാണ്, വളരെ നല്ല ഒരാളാണ്. ഞാൻ ഒരു പകൽ അവിടെ സമയം ചെലവഴിച്ചു, ഒന്ന് റെസ്റ്റ് ചെയ്തു. വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ച് മീറ്റിങ്ങിന് പോവുകയാണ്. പോകാൻ നേരത്തെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിറങ്ങാമെന്ന് പറഞ്ഞ മുൻവശത്തെ മുറി പ്രാർത്ഥിക്കാൻ നിന്നപ്പോ ഞാൻ ഇങ്ങനെ മനസ്സ് ഓർത്തു, എന്റെ ദൈവമേ, എന്തോ ഒരു കഷ്ടമാണ് ഇവരുടെ കാര്യം. ഈ അപ്പച്ചനാണ് തങ്കം പിടിച്ച ഒരു അപ്പച്ചനാ, നല്ല ആത്മീയനായ അപ്പച്ചനാ. അപ്പച്ചന്റെ ഭാര്യ മാനസികമായ അസ്വാസ്ഥ്യവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ആശുപത്രി കഴിയുകയാണ്. പിന്നെ മോള് മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭാരമെന്ന് തോന്നത്തക്കവണ്ണം മോൾ ഇങ്ങനെ കല്യാണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കൂടെ കഴിയുകയാണ്. എന്തോ ഈ നല്ല കുടുംബത്തിന്, ഭക്തിയുള്ള ഈ കുടുംബത്തിന് ഇങ്ങനെ വന്നല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു പോയി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ. അപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഈ അപ്പച്ചൻ പറയുക, എന്റെ ബ്രദറെ, ദൈവം എത്ര നല്ലവനാ അല്ലേ. എന്റെ മുഖത്തിലിട്ട് അല്ലെങ്കിൽ കരണക്കുറ്റിക്കിട്ട് ദൈവം ഒരു അടി വെച്ച് തന്ന പോലെ ആയിപ്പോയി. എന്തിനാ അപ്പച്ചൻ അത് പറഞ്ഞേ? അപ്പൊ പറയേണ്ട വല്ല കാര്യമുണ്ടോ? പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ ഈ അപ്പച്ചൻ പറയാ, എന്റെ ബ്രദറെ, ദൈവം എത്ര നല്ലവനാ അല്ലേ, നമ്മെ എത്ര കരുതുന്നു. ഞാൻ ഭാവഭേദമൊന്നും കാണിച്ചില്ല, എന്റെ മുഖത്തിനിട്ട് ഒരൊറ്റ അടി കിട്ടിയതുപോലെ ആയിപ്പോയി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏറ്റവും വലിയ വൈഷമ്യത്തിലൂടെ കൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും, ഇത്രയും നന്നായിട്ടും ഭക്തിയായിട്ടും ഒക്കെ ഇവർ ജീവിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെയാണല്ലോ വന്ന്, ദൈവം എന്താ ഇങ്ങനെ വരുത്തിയെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിൽ കൂടെ കടന്നു പോകുന്ന ആള് പറയുകയാണ്, ദൈവം എത്ര നല്ലവനല്ലേ. ദൈവസന്നിധി നിൽക്കുമ്പോ എനിക്ക് ദൈവത്തോട് അല്പം മനപ്രയാസം തോന്നിയത്, പക്ഷെ അതിൽ കൂടെ കടന്നു പോകുന്ന ആൾക്ക് ദൈവത്തോട് വളരെ നന്ദിയും സന്തോഷവുമാണ്. അപ്പൊ രണ്ട് പ്രതികരണങ്ങൾ, പരിശോധനകൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിലും. ചിലപ്പോ നമുക്ക് ദൈവത്തോടൊരു ചെറിയ പിണക്കവും, ഇനി ദൈവത്തോട് ഞാൻ മിണ്ടുന്നില്ല, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നേ എന്നൊക്കെയുള്ള ചിന്തകളും അധൈര്യവും ചോദ്യങ്ങളും ഒക്കെ വരാം. എന്നാൽ അതേസമയം അതിന് ദൈവത്തിന്റെ വഴികൾക്ക്, ദൈവത്തിന്റെ ആലോചനകൾക്ക്, ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇതാ ഞാൻ കീഴ്പ്പെടുന്നു. ഈ വൈഷമ്യത്തിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അവരത് നിവർത്തിച്ചുകൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തിന് കീഴ്പ്പെടുന്ന അനുഭവവും ഉണ്ടാകാം. ഇതിൽ രണ്ടിൽ ഏതാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് നെഗറ്റീവ് റെസ്പോൺസ് ആണ്. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പോസിറ്റീവായ ഒരു റെസ്പോൺസ്, അതായത് പരിശോധനകളിൽ കൂടെ നാം കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുമ്പോൾ ആ വിഷമങ്ങളെ ദൈവത്തിന്റെ ഹിതത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം അനുവദിച്ചതാണെന്നറിഞ്ഞ് അതിന് കീഴ്പ്പെട്ടിരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും സന്തോഷകരവും അനുഗ്രഹകരവുമായ അനുഭവം. അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ ഈ രണ്ടർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ എന്നാണ്. അതെന്തിനാ ഈ ജ്ഞാനത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് ജ്ഞാനത്തിന്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്?
കാരണമില്ലാതെ പറഞ്ഞിരിക്കുന്നതല്ല. അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയുടെ കാര്യമാണ്. അത് സന്തോഷമെന്ന് എണ്ണണമെന്ന. അതിന്റെ തൊട്ട് താഴെ പറയാണ്, ജ്ഞാനം കുറവാകുന്നെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ. നമുക്ക് ആ രണ്ട് വാക്യങ്ങളിലൂടെ കണക്ട് ചെയ്ത് കോണ്ടെക്സ്റ്റിൽ, സന്ദർഭത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഈ പരിശോധനകൾ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ ജ്ഞാനം ആവശ്യമാണ്. വി നീഡ് വിസ്ഡം. ദൈവം ഈ പരിശോധനകൾ അനുവദിച്ചതിനെ സംബന്ധിച്ച്, ദൈവത്തിന്റെ വഴികളെ സംബന്ധിച്ച്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച്, ദൈവത്തിന്റെ വിചാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. ഈ പരിശോധനകളെ കൈകാര്യം ചെയ്യുവാൻ, ഹാൻഡിൽ ചെയ്യുവാൻ, അതിനോട് ശരിയായി പ്രതികരിക്കുവാൻ നമുക്ക് ജ്ഞാനം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശോധനകൾ കൂടെ കടന്നു പോകുമ്പോൾ അത് അശേഷം സന്തോഷമെന്ന് എണ്ണി അതിൽ നിരാശപ്പെട്ടു പോകാതെ അനുകൂലമായൊരു പ്രതികരണം കാണിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വഴികളെക്കുറിച്ചും ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചുമുള്ള ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോ, എന്റെ ദൈവമേ, എനിക്ക് വളരെ ജ്ഞാനം ആവശ്യമാണ്. ഈ കാര്യങ്ങൾ വേണ്ട നിലയിൽ ഗ്രഹിക്കുവാൻ, വേണ്ട നിലയിൽ ഇതിനെ കൈകാര്യം ചെയ്യുവാൻ, വേണ്ട നിലയിൽ ഇതിനോട് പ്രതികരിക്കുവാൻ എനിക്ക് ജ്ഞാനം വളരെ ആവശ്യമാണ്. എനിക്ക് തരണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. പരിശോധനകളെ കുറിച്ചുള്ള ഒരു മുഖവുര എന്ന നിലയ്ക്ക് മാത്രമേ ഞാനിത് പറഞ്ഞുള്ളൂ. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഭാഗത്തു നിന്നായിരിക്കേയില്ല, വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷകൾ കൂടെ കടന്നുപോയ ചില ആളുകൾ, അവരുടെ ശരിയായ പ്രതികരണങ്ങൾ, തെറ്റായ പ്രതികരണങ്ങൾ, നമുക്കതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന പാഠങ്ങൾ, ഇവയൊക്കെയാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. പരിശോധനകൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പരിശോധനകൾ നമുക്ക് വരാം. രോഗം, മാറാരോഗം ഒരു വലിയ പരിശോധനയായിട്ട് ചിലപ്പോൾ നമുക്ക് വരാം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വളരെ വലിയ പരിശോധനയായിട്ട് വരാം. നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അവരുടെ കുടുംബജീവിതത്തിലോ മറ്റുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ പരിശോധനയായിട്ട് വരാം. മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന, മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിച്ച് നാം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നമുക്കെതിരെ പറയുകയും എഴുതുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന നിലയിലുള്ള പരിശോധനകൾ നമുക്കുണ്ടാകാം. അപ്പോ അനേക തരത്തിലുള്ള പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. എന്നാൽ ഇതിലെ വേഴ്സ്റ്റ് ട്രയൽ, ഈ പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിശോധന, അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പറയാനായിട്ട് ഒരുമ്പെടുന്നത്. അതെന്താ? നമുക്ക് രോഗം വരുന്നതാണോ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പരിശോധന? സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നതാണോ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പരിശോധന? അതോ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ഇല്ലാത്തൊക്കെ പറഞ്ഞ് നമ്മളോട് വഴക്കുണ്ടാക്കുന്നതാണോ? ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ എന്നോട് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, നമുക്കുണ്ടാകാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിശോധന കൺഫ്യൂഷൻ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ നന്മയെയും ദൈവത്തിന്റെ ഇടപെടലുകളെയും സംശയിക്കത്തക്കവണ്ണം ഉള്ളതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു അതിനേക്കാൾ വിഷമകരമായ, അതിനേക്കാൾ മോശമായ ഒരു പരിശോധന നമുക്ക് വരാനില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണോ? അങ്ങനെയാണ് പിന്നെ ദൈവം എന്താ ഇങ്ങനെ ചെയ്തത്? പ്രാർത്ഥന കേൾക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ലോ. ഞാൻ എത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു, അതൊന്നും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ദൈവം എന്തുകൊണ്ടാണ് നീതിമാന്മാരായ അല്ലെങ്കിൽ ഭക്തന്മാരായ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടാനായിട്ട് അനുവദിക്കുന്നത്? ദൈവത്തെ സംശയിക്കുക, ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കൺഫ്യൂഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ആശയക്കുഴപ്പം. നമ്മുടെ ജീവിതത്തിൽ അനേക തരത്തിലുള്ള പരിശോധനകൾ വരാം. എന്നാൽ ദ വേഴ്സ്റ്റ് ട്രയൽ ഈസ് ദ കൺഫ്യൂഷൻ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തെ സംശയിക്കുന്ന, ദൈവത്തിന്റെ പ്രമാണങ്ങളെ, ദൈവത്തിന്റെ വചനങ്ങളെ തന്നെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ളതായ ചിന്തകൾ മനസ്സിൽ വരിക, അതാണ് നമുക്കുണ്ടാകാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിശോധന എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളും ഇത് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വായിക്കാതെ തന്നെ എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല, അത്യാവശ്യമുള്ള വാക്യങ്ങൾ വായിക്കാം, മറ്റത് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിവുള്ള ആളുകളാണല്ലോ. യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ മുന്നോടിയായിരുന്നു, എല്ലാവർക്കും അറിയാം. കർത്താവിന് വേണ്ടി വഴി നിരപ്പാക്കുവാൻ
വന്നവനാണ്. പഴയ നിയമത്തിലെ പ്രവചനം അനുസരിച്ച് വന്നവനാണ് അവൻ. യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ വഴി നിരപ്പാക്കി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. യോഹന്നാന്റെ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് യോഹന്നാൻ തടവിലായപ്പോ തന്റെ ശിഷ്യന്മാരെ ഒരു ചോദ്യവുമായിട്ട് വിട്ടു. എന്താ ചോദ്യം? വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തിന് വേണ്ടി കാത്തിരിക്കണോ? എന്റെ യോഹന്നാനെ, എന്തോ ചോദ്യമായത്? ഇത്രയും ദിവസം അവനെ പ്രസംഗിച്ചു നടന്നത് എന്നാ, അല്ലെ? ഇത്രയും ദിവസം എന്താ പ്രസംഗിച്ചു നടന്നത്? ഇവനാണ് വരുവാനുള്ളവൻ, അവനെ വെടി നിർത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും, അവൻ ആത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുക, എനിക്ക് തെറ്റ് പറ്റിയോ? ഡിഡ് ഐ മേക്ക് എ മിസ്റ്റേക്ക്? നീ തന്നെയാണോ വരാനുള്ളവൻ, അതോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ? അതാണ് കൺഫ്യൂഷൻ ഓഫ് ഫെയ്ത്ത്. ഇത്രയും നാളും പറയുകയും പ്രസംഗിക്കുകയും ചെയ്ത ആ കാര്യത്തെ താൻ തന്നെ ചോദ്യം ചെയ്യത്തക്കവണ്ണം കർത്താവിന്റെ അടുത്ത് ശിഷ്യന്മാരെ അയക്കുക. കർത്താവ് അതിന് ഏറ്റവും ഭംഗിയായ ഒരു മറുപടി പറഞ്ഞു. അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. എന്നാൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതകാലം അത്രയും അനേകം ആളുകൾ വിശ്വസിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്ത കാര്യങ്ങൾ, പ്രസംഗിച്ച കാര്യങ്ങൾ തിരിഞ്ഞു നോക്കി ചോദിക്കുകയാണ്, ഇതെല്ലാം ശരിയായിരുന്നോ? എനിക്ക് തെറ്റ് പറ്റിയോ? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ വിചാരിക്കുന്നു കൺഫ്യൂഷൻ ഓഫ് ഫെയ്ത്ത് ഈസ് ദ വേഴ്സ്റ്റ് ട്രയൽ ദാറ്റ് ക്യാൻ കം ടു എനി വൺ ഓഫ് us. വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നമുക്ക് സംഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് രാത്രി നമ്മുടെ പ്രാരംഭ പഠനത്തിൽ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞ് ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. നമുക്ക് 73-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരാം. 73-ാം സങ്കീർത്തനം ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ് എന്ന് നമുക്കറിയാം. 73-ാമത്തെ സങ്കീർത്തനത്തിലെ വിഷയം എന്ന് പറയുന്നത് നാം ഇപ്പൊ പറഞ്ഞ കാര്യമാണ്. ആസാഫിന് വലിയൊരാശയക്കുഴപ്പമുണ്ടായി. ഈ സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ നല്ലതാണ്, പക്ഷേ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയതൊന്ന് വായിക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിൽ പതിയും. എന്നാൽ നമുക്ക് അവിടുന്ന് വിടുന്നു അത്യാവശ്യമുള്ള വാക്യങ്ങൾ മാത്രം വായിച്ച് മുമ്പോട്ട് പോകാം. ആസാഫ് തുടങ്ങുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ആസാഫിന്, ദൈവഭക്തനായ ആസാഫിന് ഒരു കാര്യം മനസ്സിൽ സെറ്റിൽഡ് ആണ്. ഒരു കാര്യം അറിയാം ആസാഫിന്. എന്താ അറിയാവുന്നത്? നിർമ്മല ഹൃദയമുള്ളവർക്ക്, തന്റെ ജനത്തിന് ദൈവം നല്ലവനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ദൈവമക്കൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അത്. ആസാഫിനും അതറിയാം. ആസാഫിന്റെ വിശ്വാസം ദൈവം നല്ലവനാണെന്ന. പക്ഷേ അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നത്, എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. എന്റെ വിശ്വാസം ദൈവം നല്ലവനാണെന്നാ. ഞാൻ ദൈവവിശ്വാസിയാ. പക്ഷേ എന്റെ വിശ്വാസം അങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതത്തിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ വഴുതി വീഴാൻ തുടങ്ങി. എപ്പോഴാ വഴുതി വീഴാൻ തുടങ്ങിയത്? അതിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ എന്തുകൊണ്ടാണ് താൻ വഴുതി വീഴാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ വായിക്കുന്നില്ല. അതിന്റെ ആദ്യ വാക്യം നോക്കിക്കേ. 3, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. പിന്നെ 8-ാം വാക്യം നോക്കുക. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. 10-ാം വാക്യത്തിന്റെ 11-ാം വാക്യം, ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതൻ അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ആസാവ് പറയാണ്, ദൈവം നല്ലവനാണെന്ന എൻ്റെ വിശ്വാസം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി. ഞാൻ വഴുതി വീഴുന്ന പോലെ ആയി. കാരണം എൻ്റെ ചുറ്റും പാർക്കുന്ന ദുഷ്ടന്മാരുടെ സൗഖ്യം. അവർക്ക് രോഗമില്ല, അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് സാമ്പത്തികമായ ക്ലേശങ്ങളില്ല. എന്തൊരു സുഖമായിട്ട് അവർ കഴിയുന്നത്. അവരുടെ മക്കളൊക്കെ ക്ഷേമമായിരിക്കുന്നു, അവർക്ക് നല്ല ജോലി കിട്ടുന്നു, നല്ല കല്യാണങ്ങൾ നടക്കുന്നു, നല്ല കാറ് മേടിക്കുന്നു, നല്ല വീട് വെക്കുന്നു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ ഭക്തിയോടെ ജീവിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾക്കോ, ആസാ പറയാണ് 13-ാം വാക്യം, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും
എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഭക്തിയായിട്ട് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ച് ഇടപെടാതെ ബാധിതനായിരുന്നു, ഞാൻ ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഭക്തനായ എനിക്ക്. പാട്ടും പ്രാർത്ഥനയും ഇല്ലാത്ത അങ്ങേ വീട്ടിൽ എല്ലാ സുഖം. രാവിലെയും വൈകിട്ടും പാട്ടും പ്രാർത്ഥനയുള്ള എൻ്റെ വീട്ടിൽ പലതരത്തിലുള്ള ദണ്ഡങ്ങളും ബുദ്ധിമുട്ടുകളും. പള്ളിയിലോ യോഗത്തിനോ പോവുകയോ ദൈവത്തെ വിളിക്കുകയോ ചെയ്യാത്ത അവര് സൗഖ്യമായിരിക്കുന്നു. എന്നാൽ കഴിയുന്നത്ര യോഗങ്ങൾക്ക് പോവുകയും ഒരു യോഗവും മുടക്കാതിരിക്കുകയും വേദവസ്തം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കല്യാണം നടക്കാൻ താമസം, പലർക്ക് രോഗം, ചിലരുടെ ജോലി പോകുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാ. ഇത് രണ്ടും കൂടെ കണ്ടപ്പോ, ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി നോക്കിയപ്പോൾ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി. ഒരു വശത്ത് നോക്കുകയാണ് ദുഷ്ടന്മാരുടെ സൗഖ്യം, ഹൗ വെൽ ഓഫ് ദേ ആർ. മറുഭാഗത്ത് ഹൗ മിസറബിൾ ഐ ആം, എന്റെ കാര്യം എത്ര കഷ്ടമാ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കൂടെയാണ് ഞാനും അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ളവരും കടന്നു പോകുന്നത്. ഇത് വലിയ ആശയക്കുഴപ്പമായി അവന് തീർന്നു. ഇവിടെ ഈ കൂട്ടത്തിൽ തന്നെ ആസാഫ് ചെയ്ത തെറ്റുകൾ എന്താണ് എന്നൊന്ന് പറഞ്ഞുകൂടെ ഞാൻ പോകട്ടെ. ആസാഫിനുണ്ടായ അനുഭവമാണ് പറഞ്ഞത്. ആസാഫ് ചെയ്തൊരു വലിയ തെറ്റ്, നോക്കാൻ പാടില്ലാത്തടത്ത് നോക്കി, പിന്നെ താരതമ്യം ചെയ്യാൻ പാടില്ലാത്തവരുമായി താരതമ്യം ചെയ്തു. ഇങ്ങനെ ചെയ്യരുതെന്ന് ദൈവത്തിന്റെ പ്രമാണത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 37-ാം സങ്കീർത്തനം ഒന്നെടുത്തേ. 37-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അപ്പോ അസൂയപ്പെടണമെങ്കിൽ അസൂയപ്പെടത്തക്കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യമൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ അസൂയപ്പെടുന്നത്. കുഴപ്പത്തിലായിരിക്കുന്ന ആളെ കണ്ട് ആരും അസൂയപ്പെടുകയില്ലല്ലോ. അപ്പൊ ദുഷ്ടന്മാരോട് അസൂയ തോന്നത്തക്കവണ്ണമുള്ള ചില അഭിവൃദ്ധി, നന്മ അവർക്ക് ഉണ്ട്. പിന്നെ 7-ാം വാക്യത്തിന്റെ ഒടുവിൽ നീ മുഷിയരുത്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. അപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് നോക്കി. ദുഷ്ടന്മാരെ നോക്കി നീ അസൂയപ്പെടരുത്, അവരുടെ നന്മ കണ്ട് നീ മുഷിയരുത്, നീ അവരെ കണ്ട് കോപിക്കരുത്, അത് നിനക്ക് തന്നെ ദോഷമായി തീരുകയുള്ളൂ. അപ്പോ ദൈവത്തിന്റെ പ്രമാണത്തിൽപ്പെട്ട കാര്യമാണ് അഭക്തരായ അവിശ്വാസികളായ ആളുകളുടെ ഭൗതികമായ നന്മ കണ്ട് നീ വിഷമിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ വരുമ്പോ, അതായത് ദൈവത്തെ തന്നെ സംശയിക്കത്തക്കവണ്ണമുള്ളതായ ആശയക്കുഴപ്പങ്ങൾ വരുമ്പോ പിശാച് നോക്കിയിരിക്കുകയാണ് തക്കം പാർത്ത്. പിശാചിന്റെ ലക്ഷ്യം എന്താ പിശാചിന്റെ ആത്യന്തിക ലക്ഷ്യം? ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുക. ദൈവമില്ലാത്തവരെ സംബന്ധിച്ച് അവരെ ദൈവത്തോട് അടുപ്പിക്കാതിരിക്കുക. ഇനി ദൈവത്തോട് ഓൾറെഡി അടുത്ത തന്റെ മക്കളെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയിൽ ദൈവത്തെക്കുറിച്ച് സംശയം അവരുടെ ഉള്ളിൽ ജനിപ്പിച്ച്, നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ലവനല്ല ദൈവം, അത്ര നീതിമാനല്ല ദൈവം എന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ ഇൻജക്ട് ചെയ്ത് കുത്തിവെച്ച് ദൈവത്തിൽ നിന്ന് നിന്നെ എങ്ങനെങ്കിലും അകറ്റുക. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ അജണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവത്തെക്കുറിച്ചുള്ള സംശയമുള്ളവരാക്കി തീർത്ത് ദൈവത്തിൽ നിന്ന് അകറ്റുക. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ജോലി. ഏദൻ തോട്ടത്തിൽ അവൻ എന്താ ചെയ്തേ? പഴം പറിച്ച് തിന്നാൻ പറഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അതിന്റെ പുറകിലെ ഫിലോസഫി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഈ പഴം പറിച്ചു തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്തുള്ള കുഴപ്പം എന്താ? പഴം പറിച്ചു തിന്നാൻ പറഞ്ഞപ്പോ പിശാചിന്റെ പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് നിങ്ങൾക്കറിയാമോ? എന്താ പിശാച് ഹവ്വയോടൊക്കെ പറഞ്ഞത്? ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും എന്ന് അവൻ അറിയുന്നു. അപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പഴം പറിച്ചു തിന്നരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് തിന്നാൽ നിനക്ക് ഗുണം വരുമെന്ന് ദൈവത്തിന് അറിയാം. നിനക്ക് ഗുണം വരാൻ ദൈവത്തിന് ഇഷ്ടമില്ല. നീയൊക്കെ ഗുണം പിടിക്കുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ അത്ര നല്ലവനല്ല ഈ ദൈവം. എനിക്ക് ആളെ പണ്ടേ അറിയാവുന്നതാ. എനിക്ക് ഈ ദൈവത്തെ
നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഈ ദൈവത്തെ. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഈ ദൈവം ഭയങ്കര നല്ല ദൈവമാണ്, നിങ്ങളുടെ ഗുണത്തിനാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെയല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് തിന്നാൽ നിങ്ങൾക്ക് ഗുണം വരുമെന്ന് അവൻ അറിയാം, അതുകൊണ്ടാ പറഞ്ഞത് തിന്നരുതെന്ന്. അപ്പൊ അതിന്റെ പുറകെ കിടക്കുന്ന ആശയം എന്താ? ദൈവത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുക. അങ്ങനെ സംശയം ജനിപ്പിച്ചിട്ട് എന്താ സാധിക്കേണ്ടത്? ദൈവത്തിൽ നിന്ന് പതുക്കെ അകറ്റുക. നമുക്കൊരാളെ കുറിച്ച് സംശയമുണ്ടായാൽ, ഒരാളുടെ നന്മ, ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് സംശയം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളിൽ നിന്ന് പതുക്കെ അകലും. അയാൾ വീട്ടിൽ വന്നാൽ കഴിവതും വീട്ടിൽ താമസിപ്പിക്കാതിരിക്കാൻ നോക്കും. അയാളെ ഒരിടത്ത് വെച്ച് കണ്ടാൽ എന്നൊക്കെ ചിലപ്പോൾ ഒന്ന് പറഞ്ഞെന്നിരിക്കും, പക്ഷെ ഒരടുപ്പത്തിന് പോവുകയില്ല. കാരണം നമുക്ക് അറിവ് കിട്ടി ഈ ആള് ശരിയല്ലെന്ന്, ഈ ആള് സൂത്രക്കാരനാണ്, ഈ ആള് കുഴപ്പക്കാരനാണ് എന്ന് അറിവ് കിട്ടിയത് കൊണ്ട് നമ്മുടെ പിന്നത്തെ ശ്രമം ഈ ആളിൽ നിന്ന് എങ്ങനെയും അകലുക എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ ചെയ്ത ജോലിയും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ജോലിയും അതാണ്. ദൈവത്തെ അവിശ്വസിക്കുവാനുള്ള സോക്കോൾഡ് കാരണങ്ങൾ, ദൈവത്തെ അവിശ്വസിക്കുവാൻ മതിയായ കാരണങ്ങളെന്ന് തോന്നുമാറുള്ള കാരണങ്ങൾ നമ്മോട് പറയുകയും ദൈവത്തിന്റെ നന്മയെ ചോദ്യം ചെയ്യത്തക്കവണ്ണം, ദൈവം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നീതിമാനൊന്നും അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രാർത്ഥന കേട്ട് ഉത്തരമിടുന്നവനൊന്നും അല്ല. അങ്ങനെ ആരുടെങ്കിലും കൊച്ചിന്റെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഭേദം വരികയില്ലായിരുന്നോ? കൊച്ചു മരിച്ചുപോയില്ലേ? അപ്പൊ ദൈവം നല്ലവനാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ ദൈവത്തിൽ നമ്മെ അകറ്റുക. ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള ഡിവോഷൻ, അതിൽ നിന്ന് നമ്മെ അകറ്റുക. ഇതാണ് സാത്താന്റെ തന്ത്രം. ഇവിടെ ആസാഫിനോടുള്ള ബന്ധത്തിലും അവന്റെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി. ദുഷ്ടന്മാർ സുഖമായിട്ട് പാർക്കുന്നു, നീതിമാന്മാരായി ഭക്തിയായി ജീവിക്കുന്ന എന്നെ പോലെയുള്ളവർ ഞങ്ങൾ വലിയ വിഷമത്തിലായിരിക്കുന്നു. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതും വെറുതെ ആയിപ്പോയി. പാപത്തിന്റെ വഴികളൊക്കെ വിട്ട് വിശുദ്ധമായൊക്കെ ജീവിച്ചത് ചുമ്മാതായിപ്പോയി, പ്രയോജനം ഉണ്ടായില്ല. പാപത്തിന്റെ വഴികൾ നടക്കുന്ന ആളുകൾക്കൊക്കെ നല്ല സുഖമാ. എന്നാൽ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇത് ചെയ്യരുത്, അത് നോക്കരുത്, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് വളരെ വിശുദ്ധമായി ജീവിക്കുന്ന എനിക്കോ എന്തെല്ലാം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാ. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് ഒത്തിരി വിശദീകരിക്കുന്നില്ല, ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. മലാഖി 3-ൽ ഇസ്രായേൽ മക്കൾ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, കഠിനമായി അവര് സംസാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 14-15 വാക്യങ്ങളുണ്ട്. മലാഖി 3-ന്റെ 14-15. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടക്കുന്നതിനാലും എന്ത് പ്രയോജനം? കറുപ്പെടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അനുതാപത്തിന്റെ ലക്ഷണമാണ് കറുപ്പെടുക്കുക എന്ന് പറയുന്നത്. പാപത്തെ കുറിച്ച് ദുഃഖിച്ച് അനുതപിച്ച് കറുപ്പെടുത്ത് നടക്കുക, എന്താ പ്രയോജനം? അതിന്റെ താഴെ പറയാണ്, ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവന്മാരെന്ന് പറയുന്നു, ദുഷ്പ്രവർത്തിക്കാൻ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. അഹങ്കാരികളൊക്കെ വെൽ ഓഫാ, അവരൊക്കെ സുഖമാ. പിന്നെ ദൈവത്തെ പരീക്ഷിക്കുന്നവർക്ക് ഒരു ശിക്ഷയും വരുന്നില്ല. നമ്മളും ചിലപ്പോൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, അല്ലേ, ഇത്രയും കൊളരുതായ്മ ഇവർ ചെയ്തിട്ടും ഒരടി കിട്ടുന്നില്ലല്ലോ, ഇപ്പോഴും സുഖമായിട്ട് പോവുകയാണല്ലോ എന്ന് ചിലപ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ട്. മലാഖിയുടെ പ്രവചനത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കൾ ചിലർ പറഞ്ഞത് ഇതേ കാര്യം. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ദൈവത്തിന്റെ കാര്യം നോക്കി നടക്കുന്നത് വെറുതെയാ, ഒരു പ്രയോജനവും ഇല്ല. അഹങ്കാരിയായി ദുഷ്ടനായി ജീവിച്ചാൽ വല്ല പ്രയോജനമുണ്ട്, ദൈവത്തെ വിളിച്ചു നടന്നിട്ട് എന്താ പ്രയോജനം? ആ ചിന്ത അന്നത്തെ ആളുകൾക്കും വന്നു. അതിന്റെ താഴോട്ട് നാം വായിക്കുമ്പോ അങ്ങനെ ആരും നിരാശപ്പെടണ്ട. ദൈവത്തെ വിളിക്കുന്നവരെ ദൈവം ഓർക്കും, ദൈവം അവരെ ആദരിക്കും, ദൈവം അവർക്ക് പ്രതിഫലം തരുമെന്നൊക്കെ മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിലും അതിന്റെ ഒടുവിലും 4-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു പ്രസംഗമായി പോകും അത് പറഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിന് ചുരുക്കം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ആസാഫിന്റെ കാര്യം നോക്കുക. ഇത് രണ്ടും കൂടെ അവൻ താരതമ്യം ചെയ്തപ്പോൾ അവന് മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടായി. ദൈവം എന്താ അവൻ ഇങ്ങനെ ചെയ്യുന്നത്? ഈ പ്രശ്നത്തിന് എന്താ പരിഹാരം? ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് ശരിയായൊരു ധാരണ
നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം. എ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ക്യാരക്ടർ ആൻഡ് ഹിസ് ഡീലിങ്സ് ഈസ് ദ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഓഫ് കൺഫ്യൂഷൻ. ഈ ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിന്റെ സ്വഭാവം നല്ലതല്ല, ദൈവത്തിന്റെ ഇടപാടൊന്നും ശരിയല്ല, ഇങ്ങനെ അല്ലല്ലോ ദൈവം ചെയ്യേണ്ടത്. അതാണ് ആശയക്കുഴപ്പത്തിന് അടി കിടക്കുന്നത്. അതിനുള്ള പരിഹാരം എന്താ? ദൈവത്തിന്റെ സ്വഭാവം, അവന്റെ ഇടപെടലുകൾ, അവന്റെ പദ്ധതികൾ, അതിനെക്കുറിച്ച് ശരിയായൊരു ധാരണ ഉണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ അത് കിട്ടിയാൽ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ദൈവത്തെക്കുറിച്ച് തോന്നുന്നതല്ല വിശ്വസിക്കേണ്ടത്. ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്. എന്താ തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വിഷമത്തിന്റെ പരിസ്ഥിതികളിലൊക്കെ നമുക്ക് തോന്നും ദൈവം നല്ലവനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. അത് വിശ്വസിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളുണ്ട്, അതാണ് വിശ്വസിക്കേണ്ടത്. Don't believe your feelings or your emotions about God, but believe what the Bible reveals about God. ദൈവത്തെക്കുറിച്ച് നമ്മുടെ തോന്നലുകളെ വിശ്വസിക്കരുത്. നമുക്കറിയാമല്ലോ, നമുക്കൊരു നല്ല ജോലി കിട്ടി, മക്കളുടെ നല്ല കല്യാണം നടന്നു, ഒരു പ്രൊമോഷൻ കിട്ടി, ആ സീസണിലൊക്കെ ദൈവത്തെക്കുറിച്ച് ഭയങ്കര സന്തോഷം അല്ലേ? കാണുന്നവരോടെല്ലാം പ്രൈസ് ദി ലോർഡ് ബ്രദർ, അറിഞ്ഞോ മോടെ കല്യാണമായി, വിചാരിക്കാത്തടത്തു നിന്നാ വന്നത്, നല്ല കല്യാണമാ. സാക്ഷി പറയുമ്പോഴൊക്കെ ഇതേ ഉള്ളു പറയാൻ, ദൈവം എത്ര നല്ലവനാ. എന്നാൽ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു പ്രയാസം വന്നു, വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ പ്രൈസ് ദി ലോർഡൊക്കെ തൽക്കാലം അങ്ങ് മാറി. വാഗൊണ്ട് തെറ്റൊന്നും പറയുന്നില്ല, പക്ഷെ ഉള്ളിലെ ചിന്ത എന്താ? ദൈവം നല്ലവനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ എന്താ ചെയ്തേ? കണ്ടോ, ദൈവത്തെക്കുറിച്ചുള്ള തോന്നല് മാറി മറിഞ്ഞു വരുന്നത് കണ്ടോ? ചില സമയത്ത് ഭയങ്കര അഭിപ്രായം ദൈവത്തെക്കുറിച്ച്, ചില സമയത്ത് മിണ്ടിയില്ലേലും ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായം താണു പോകും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തെക്കുറിച്ചുള്ള ഫീലിങ്സ്, തോന്നലുകളെ വിശ്വസിക്കരുത്. തോന്നല് മാറി മറിഞ്ഞൊരിക്കും. ചിലപ്പം ദൈവം ഭയങ്കര നല്ലവനാന്ന് തോന്നും, ചിലപ്പോ ദൈവം അത്ര നല്ലവനാണോ എന്നും തോന്നും. ഈ തോന്നലിനെ വിശ്വസിക്കരുത്. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ദൈവ സ്വഭാവം? യഹോവ എല്ലാവർക്കും, ബാക്കി പറഞ്ഞേ, എല്ലാവർക്കും നല്ലവൻ. God is good to all. അവൻ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം നല്ലവനാ, എല്ലാവർക്കും നല്ലവനാ. തന്റെ സകല വഴികളിലും അവൻ നീതിമാനാ, സകല വഴികളിലും ദയാലുവാ. അവന്റെ ദയ ആകാശത്തോളവും അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായുള്ളത്. അതാ ദൈവ സ്വഭാവം, അതാണ് വിശ്വസിക്കേണ്ടത്. ദൈവത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു അതാണ് വിശ്വസിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിലെ പരിശോധനാ ഘട്ടങ്ങളിൽ, കഷ്ടത്തിന്റെ വേളയിൽ എനിക്ക് ദൈവത്തെക്കുറിച്ച് തോന്നുന്ന ചില കാര്യങ്ങളല്ല ഞാൻ വിശ്വസിക്കേണ്ടത്. ദൈവത്തെക്കുറിച്ച് വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? യഹോവയായ ഞാൻ മാറാത്തവൻ, ഇന്നലെയും ഇന്നേക്കും അവൻ അനന്യൻ തന്നെ. അതാണ് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് വിശ്വസിക്കേണ്ടത്, അതിലാണ് നമ്പേണ്ടത്, അതിലാണ് ആശ്രയിക്കേണ്ടത്. അല്ലാതെ ആരുടെയെങ്കിലും അനുഭവത്തിലുണ്ടായ ഒരു വിഷമം, എൻ്റെ തന്നെ അനുഭവത്തിലുണ്ടായ ഒരു പ്രയാസം, ഞാൻ ഉദ്ദേശിച്ച പോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാഞ്ഞുകൊണ്ട് എനിക്കുണ്ടായ ആശയക്കുഴപ്പം, അപ്പം എനിക്ക് ദൈവത്തെക്കുറിച്ച് തോന്നുന്ന അല്ല ഞാൻ വിശ്വസിക്കേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ്. ഡോണ്ട് ബിലീവ് യുവർ ഫീലിങ്സ് അബൌട്ട് ഗോഡ്, ബിലീവ് വാട്ട് ദ ബൈബിൾ റിവീൽസ് അബൌട്ട് ഗോഡ്. പിന്നെ നമ്മുടെ വിശ്വാസം നമ്മുടെ തോന്നലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നതെങ്കിൽ ആ വിശ്വാസം കുറച്ച് കഴിയുമ്പോൾ പോകും. കാരണം എൻ്റെ തോന്നൽ ചിലപ്പോൾ മാറിപ്പോകും. ഇഫ് യുവർ ഫെയ്ത്ത് ഈസ് ബേസ്ഡ് ഓൺ യുവർ ഫീലിങ്സ് ഇറ്റ് വിൽ ഫെയിൽ. നമ്മുടെ വിശ്വാസം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കേണ്ടത്? ദൈവത്തെക്കുറിച്ച് തിരുവെഴുത്തിലുള്ള വെളിപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ഇരിക്കേണ്ടത്. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. എങ്കിലേ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുകയുള്ളൂ.
ദൈവത്തിന്റെ ഇടപെടലുകൾ ചരിത്രത്തിൽ എങ്ങനെയാണ്, കഴിഞ്ഞ കാലങ്ങൾ ദൈവം തന്നെ ജനത്തോട് എങ്ങനെയാണ് ഏർപ്പെട്ടത്, അവന്റെ സ്വഭാവത്തെക്കുറിച്ച് വചനം എന്താണ് പഠിപ്പിക്കുന്നത്, ഈ കാര്യം നാം അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടും. കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം പുസ്തകത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാകുകയില്ല. ആ സത്യം അറിയണം. ആ സത്യം അറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആ സത്യം അറിയണമെങ്കിൽ ആ സത്യം വായിക്കണം, ആ സത്യം പഠിക്കണം, അത് ധ്യാനിക്കണം, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം, ദൈവത്തോട് അടുത്ത് ജീവിക്കണം. അപ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള പ്രകാശം, അവന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ശരിയായ പെർസ്പെക്റ്റീവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ, പരിശോധനകളിൽ സംശയിക്കാതെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കും. ആകട്ടെ, ആസാഫിന്റെ പ്രശ്നത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്താ ആസാഫിന്റെ പ്രശ്നം? ഈ ലോകത്തിലെ ദുഷ്ടന്മാരായ ആളുകൾ നല്ല സാമ്പത്തികമായിട്ട്, ഭൗതികമായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. ഭക്തന്മാരായ ആളുകൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ കടന്നു പോകുന്നു. ആസാഫ് 2 തെറ്റുകൾ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണെന്നറിയാമോ? ആസാഫിന്റെ കാഴ്ചപ്പാട് തെറ്റി, അവന്റെ നോട്ടം തെറ്റി. എന്താ നോട്ടം തെറ്റി എന്ന് പറഞ്ഞാൽ, മുമ്പേ പറഞ്ഞല്ലോ, അവൻ ആരെയാ നോക്കിയേ? ദൈവത്തെ നോക്കി ജീവിക്കേണ്ടതിന് പകരം അവൻ ചുറ്റുപാടുകളെയൊക്കെ നോക്കി, ദുഷ്ടന്മാരായ ആളുകളെ നോക്കി, അവർക്ക് കിട്ടുന്ന പണം, അവരുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം, അവര് പണിയുന്ന വീടിന്റെ വലിപ്പം, അതാ നോക്കിയിരുന്നത്. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഹിസ് പെർസ്പെക്റ്റീവ് വാസ് റോങ്. അവന്റെ ദൃഷ്ടികോണം, അവന്റെ കാഴ്ചപ്പാട് തെറ്റി. അവന്റെ വിഷൻ തെറ്റി, അവന്റെ ദർശനം തെറ്റി. പിന്നെ അവന്റെ വാല്യൂ സിസ്റ്റം തെറ്റി, മൂല്യനിർണയം തെറ്റി. അവൻ മൂല്യം കൊടുത്ത എന്തിനാ? ഈ ലോകത്തിലെ ധനം, വസ്തുവക, ഇതിനൊക്കെ വലിയ കാര്യമായിട്ട് അവൻ വിചാരിച്ചു. ദൈവഭക്തിയാ ജീവിക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നും അല്ല. അപ്പോ അവന്റെ മൂല്യനിർണയത്തിൽ ധനവും വസ്തുവകളും ശരീര സൗഖ്യം, ആരോഗ്യം, ഇതിനാണ് പ്രയോറിറ്റി, ഇതാണ് വലുത്. ഭക്തി ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പൊ അവന്റെ വിഷൻ തെറ്റി, അവന്റെ ദർശനം തെറ്റി, പിന്നെ അവന്റെ വാല്യൂ തെറ്റി, അവന്റെ മൂല്യനിർണയം തെറ്റിപ്പോയി. അതിനുള്ള പരിഹാരം എന്താ? ഈ മയോപ്പിയ എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. മയോപ്പിയ എന്ന് പറയുന്നത് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയാതിരിക്കുക, അതാണ് മയോപ്പിയ എന്ന് പറയുന്ന രോഗം. ഈ ആസാഫിന് സ്പിരിച്വൽ മയോപ്പിയ പിടിപെട്ടിരിക്കുകയാണ്. ഇപ്പോ ആസാഫിന് ആത്മീകമായ മയോപ്പിയ പിടിപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൂരക്കാഴ്ചയില്ല, നിത്യതയിലേക്ക് നോക്കാൻ ഒക്കുന്നില്ല. അവന് ഹീസ് ഏബിൾ ടു തിങ്ക് ഓൺലി അബൌട്ട് വാട്ട് ഗോസ് അറൗണ്ട് മീ നൗ ആൻഡ് ഹിയർ. നൗ ആൻഡ് ഹിയർ, ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, അതാണ് ആസാഫിന്റെ വിഷയം. നാളെ എന്താകും, ഭാവി എങ്ങനെയാ, പിന്നീട് എങ്ങനെയാ, അത് ചിന്തിക്കാൻ ആസാഫിനെ കൊണ്ട് ഒക്കുന്നില്ല. അപ്പോ ഇങ്ങനെ പറയാം, സ്പിരിച്വൽ മയോപ്പിയ പ്രിവെന്റ്സ് പീപ്പിൾ ഫ്രം സീയിങ് ഡിസ്റ്റന്റ് ഓബ്ജക്ട്സ്. ദൂരെയുള്ള നാളെ, ഭാവി, അതിനെക്കുറിച്ചുള്ള ആത്മീയ സത്യങ്ങൾ കാണുവാൻ ഈ ആത്മീക മയോപ്പിയ ബാധിച്ചവർക്ക് സാധിക്കുന്നില്ല. അവരെപ്പോഴും നോക്കുന്നത് ഇപ്പോ ഇവിടെ ചുറ്റുപാടിൽ എന്ത് സംഭവിക്കൂ എന്നുള്ളതാ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, അവൻ തന്റെ ദൃഷ്ടി ദൈവത്തിൽ നിന്ന് മാറ്റിയിട്ട് അവന്റെ ഫോക്കസ് മനുഷ്യരിലാക്കി. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ അബദ്ധം സംഭവിക്കാം. നിത്യതയിലേക്ക്, ഭാവിയിലേക്ക് നോക്കുന്നതിന് പകരം ഈ കാലത്തിലെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിന് പകരം ചുറ്റുമുള്ളവരിലേക്ക് നോക്കുക. അങ്ങനെ നോക്കിയാൽ ഈ പറഞ്ഞ കൺഫ്യൂഷൻ നമുക്കും ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നാം ചെയ്യേണ്ടത് ദൈവത്തിങ്കിലേക്ക് വേണം നോക്കാൻ, മറ്റുള്ളവരിലേക്കല്ല. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കാതെ, ഭാവിയിൽ ദൈവം എനിക്ക് വേണ്ടി എന്ത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, നാളെ എന്താകും, ഭാവി എന്താകും, അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി അതിന്റെ 15-ാം വാക്യം നോക്കുക. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. എന്താ വാക്യത്തിന്റെ അർത്ഥം? ആ വാക്യത്തിന്റെ അർത്ഥം, എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നെങ്കിലും ഞാനിത് ആരോടും പറഞ്ഞില്ല. ഏതായാലും നന്നായി പോയി അല്ലെ. എന്റെ മനസ്സിൽ ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നല്ലവനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയാണോ, ദുഷ്ടന്മാര് സുഖപ്പെട്ടിരിക്കുന്നല്ലോ, ഭക്തിയായിട്ട് ജീവിക്കുന്നതൊക്കെ വെറുതെ ആണല്ലോ, ഇങ്ങനെയുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ വന്നെങ്കിലും
ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ ഞാൻ ദൈവത്തെ സംശയിപ്പിക്കുമായിരുന്നു. മറ്റുള്ളവരെ കൂടെ ഞാൻ ആത്മീകമായി നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഇത് വളരെ വലിയൊരു സത്യമാണ്. മനുഷ്യരായ നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നെന്ന് വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് ആരോടും പറയരുത്. ഡോണ്ട് സ്പീക്ക് വെൻ യുവർ മൈൻഡ് ഈസ് അൺസെറ്റിൽഡ്. നിങ്ങളുടെ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ഒരിക്കലും സംസാരിക്കരുത്. ഞാനത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി ഒരു കാര്യം പറയുക. ഇപ്പൊ പറയുന്നു വരുന്ന കോണ്ടെക്സ്റ്റ് അല്ല, പക്ഷേ ആ കാര്യം വന്നുകൊണ്ട് ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. നമ്മൾ സഭയിൽ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കലുഷിതമാണെങ്കിൽ പ്രസംഗിക്കരുത്. എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും കുറിച്ച് മനസ്സിൽ എന്തെങ്കിലും വിഷമോ പ്രയാസമോ അയാൾ ചെയ്ത കാര്യത്തെക്കുറിച്ചോ എനിക്കെതിരെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സ് അജിറ്റേറ്റഡ് ആണെങ്കിൽ ആ സമയത്ത് ഞാൻ പ്രസംഗിക്കരുത്. പ്രസംഗിച്ചാൽ എന്ത് പറ്റും? അറിയാതെ ആ ആൾക്കിട്ട് ഒരു കൊട്ടി ഞാൻ കൊടുക്കും. എൻ്റെ മനസ്സിൽ ആ സഹോദരിയെക്കുറിച്ച് വിരോധം കയറിയിരിക്കുക, അത് സെറ്റിലായിട്ടില്ല. അപ്പൊ പ്രസംഗത്തിൽ നിന്ന് ഏത് ഭാഗം എടുത്താലും ആ സഹോദരിക്ക് കൊള്ളത്തക്കവണ്ണം 2 വാക്ക് ഞാൻ പറയും. ഇഫ് യുവർ മൈൻഡ് ഈസ് അൺസെറ്റിൽഡ്, ഡോണ്ട് സ്പീക്ക്. ഇത് നമ്മുടെ കോണ്ടെക്സ്റ്റ് വേറെയാണ്, എന്നാൽ ആ കാര്യം വന്നുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി പ്രാർത്ഥിച്ച് സ്വസ്ഥത ലഭിച്ചെങ്കിൽ മാത്രമേ പ്രസംഗിക്കാൻ പാടുള്ളൂ, വാ തുറന്ന് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേണ്ടാത്തത് പറയും, പറയാൻ പാടില്ലാത്തത് പറയും. ആകട്ടെ, നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് മടങ്ങി വരാം. ആസാഫ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അതവൻ പറഞ്ഞില്ല. നന്നായി. പറഞ്ഞെങ്കിൽ ഞാൻ വലിയ ദ്രോഹം ചെയ്തേനെ, മറ്റുള്ളവരെ കൂടെ ഞാൻ അധൈര്യപ്പെടുത്തിയേനെ. നമുക്കറിയാം, ഡിസീസ് ഈസ് കണ്ടേജിയസ് ബട്ട് ഹെൽത്ത് ഈസ് നോട്ട് കണ്ടേജിയസ്. ഡിസീസ് കണ്ടേജിയസ് ആയതുകൊണ്ടാണ് നമ്മളെല്ലാം ഇപ്പൊ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? രോഗം പകരും, ആരോഗ്യം പകരത്തില്ല. നല്ല ആരോഗ്യമുള്ള ഒരാൾ ഇവിടെ നമ്മുടെ കൂടെ വന്ന് അടുത്തിരുന്നുകൊണ്ട് നമുക്ക് അതിന്റെ ആരോഗ്യം കിട്ടുകയില്ല, എന്നാൽ നമ്മുടെ രോഗം അയക്ക് കിട്ടിയെന്ന് വരും. അനാത്മീയത്വം അത് പകരും. ആത്മീയത്വം ഓട്ടോമാറ്റിക്കായിട്ട് പകരുകയല്ല. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ ഇപ്പൊ ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ മക്കൾ മോശ കനാൻ നാട് ഒറ്റുനോക്കുവാനായിട്ട് അയച്ച ആ 12 സ്പൈസ് ചാരന്മാര്, ഒറ്റുനോക്കുകാര്, അവര് മടങ്ങി വന്ന് യോശുവയും കാലേബും ഒഴിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞ മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ അവര് പറഞ്ഞത്? They spoke the words of unbelief. അവിശ്വാസത്തിന്റെ വാക്കുകൾ അവർ പറഞ്ഞു. നമുക്ക് ആ ദേശം കൈവശമാക്കാൻ ഒക്കെയില്ല, അവിടെ മല്ലന്മാരാണുള്ളത്, നമ്മൾ ചെന്നാ ചത്തുപോയേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ദോഷമുണ്ടായി? വലിയ ദോഷമുണ്ടായി, അല്ലേ? ജനം മുഴുവനും, യോശുവയും കാലേബും ഒഴിച്ച് ജനം മുഴുവനും തെറ്റി. മരുഭൂമിയിൽ അവർ കൊല്ലപ്പെട്ടു. വളരെ ചുരുക്കം പേര് മാത്രമേ ആ കൂട്ടത്തിൽ കനാനിൽ കടന്നുള്ളൂ. എന്തൊരു വലിയ ദോഷം അവർ ചെയ്തതെന്ന് കണ്ടോ? അവർ ചെയ്ത ദോഷം എന്താ? അവിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഒരു പ്രമാണം സൂക്ഷിക്കണം. നെവർ സ്പീക്ക് ദ വേർഡ്സ് ഓഫ് അൺബിലീഫ്. അവിശ്വാസത്തിന്റെ വാക്കുകൾ ഒരിക്കലും സംസാരിക്കരുത്. മനസ്സിൽ അവിശ്വാസം ഉണ്ടെങ്കിൽ, അൺസെറ്റിൽഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അടങ്ങിയിരുന്നോണം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ സെറ്റിൽ ചെയ്തിട്ട് നീ വാ തുറക്കാവുള്ളൂ. അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ കൂടെ വലിച്ചുകൊണ്ട് പോകും. യോഹന്നാൻ 21 ഒരാൾ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ കൂടെയുള്ളവർ എന്താ പറഞ്ഞു? അയ്യോ പോകല്ലേ, മീൻ പിടിക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്നാ ഞങ്ങളും കൂടെ പോരുക. അപ്പോ ഞാൻ പോവുകയാണെന്ന് നീ പറഞ്ഞാൽ ഞങ്ങളും പോരുന്നു എന്ന് പറയാൻ റെഡി ആയിരിക്കുന്ന കുറെ ആളുകള് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സഭയിലും കാണും. അതുകൊണ്ട് അത് പറയല്ല. അവിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കരുത്. ഏതായാലും ആസാഫ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും ഞാനിതൊന്നും പറഞ്ഞില്ല. അത് വളരെ നല്ല കാര്യമായി. ആകട്ടെ, ഈ ആസാഫ് ഇങ്ങനെ ഒക്കെ ചിന്തിക്കാനുള്ള കാരണം എന്താ? ഞാൻ 3 തെറ്റുകൾ, ആസാഫിന്റെ ചിന്തയിൽ വന്ന 3 തെറ്റുകൾ പെട്ടെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. 3 മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, 3 തെറ്റിദ്ധാരണകൾ. ആസാഫ് ഈ പാപികളോട് അസൂയപ്പെടാനും ദൈവത്തോടൊരു പണക്കം ഉണ്ടാകാനൊക്കെ കാരണം, ചോദ്യം ചെയ്യാനൊക്കെ കാരണം 3 കാര്യങ്ങൾ, കുറഞ്ഞത് 3 കാര്യങ്ങളിൽ തെറ്റായ ധാരണ അവനുണ്ടായി. ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്താണെന്നറിയാമോ? ഫെയ്ത്ത് ഗിവ്സ് ഗ്യാരണ്ടി ഓഫ് ഫ്രീഡം ഫ്രം ട്രയൽസ്.
വിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് ദൈവഭക്തിയായി ജീവിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു കഷ്ടവും വരികയില്ല. ദേ ആർ ഇമ്മ്യൂൺ ടു ട്രയൽസ്. അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ട്രയൽസിന്. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ബിലീവേഴ്സ് ഹാവ് ഇമ്മ്യൂണിറ്റി ഫ്രം സഫറിങ്സ്. വിശ്വാസികൾക്ക്, ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവർക്ക് കഷ്ടപ്പാടുകളിൽ നിന്ന് ഒഴിവുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതല്ലോ, ഇതാണ് കരിസ്മാറ്റിക് പല പ്രസ്ഥാനങ്ങളുടെയും ഫാലസി. അവരുടെ അബദ്ധോപദേശം ഇതാ. ഭക്തിയായി ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നോക്കുക, ആസാഫ് എന്താ പറഞ്ഞേ? ഞാൻ ഭക്തിയായി ജീവിച്ചു, നന്നായി ജീവിച്ചു, പിന്നെ എനിക്കെന്താ ഇങ്ങനെ വന്നത്? അപ്പൊ അത് ഏത് ധാരണയിൽ നിന്ന് വന്നതാ? ഭക്തിയായിട്ട് ജീവിച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. തെറ്റായ ധാരണയാണ്. രണ്ടാമത്, സഫറിങ് ഈസ് ഓൾവേസ് ബാഡ് ആൻഡ് ഈസ് ഇറക്കൺസൈലബിൾ വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. കഷ്ടത എന്ന് പറയുന്നത് എപ്പോഴും ദോഷകരമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരുന്നതല്ല ഈ കഷ്ടത. ദൈവം നല്ലവനല്ലേ? അപ്പൊ ഈ കഷ്ടത എപ്പോഴും ദോഷം വരുത്തുന്നതാണ്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ദൈവം നല്ലവനാണ്. ദൈവം കഷ്ടത അനുവദിക്കുമ്പോൾ അതിലൊരു നന്മ കണ്ടുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്. അതിനെക്കുറിച്ച് പുറകാലം നമ്മൾ പഠിച്ചു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നല്ലവനായ ദൈവത്തിന് ബുദ്ധിമുട്ടും കഷ്ടതയൊന്നും അവൻ എങ്ങനെ അനുവദിക്കാൻ കഴിയും? അത് ദൈവസ്വഭാവത്തിന് ചേർന്നതല്ല. ആ ചിന്തയാണ് ആസാഫിനെ ഭരിച്ചത്. ദൈവം നല്ലവനാണെങ്കിൽ, ഒന്നാമതവൻ പറഞ്ഞു തുടങ്ങി അങ്ങനെയല്ലേ, ദൈവം നല്ലവൻ നിശ്ചയം. അങ്ങനെയാണ് പിന്നെ ദൈവഭക്തർക്ക് എന്തായി കഷ്ടത വരുന്നത്? അപ്പോ അവിടെ ഒരു ധാരണപ്പശ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരുന്നതല്ല കഷ്ടത. മൂന്നാമത് തനിക്കുണ്ടായ വലിയൊരു ധാരണപ്പശക് എന്താണെന്നറിയാമോ? മെറ്റീരിയൽ പ്രോസ്പെറിറ്റി ഈസ് റിയൽ പ്രോസ്പെറിറ്റി. ഭൗതിക നന്മയാണ് ശരിയായ നന്മ. അതല്ലേ ആസാഫ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദുഷ്ടന്മാരെ നോക്ക്, ദേ ആർ വെൽ ഓഫ്, അവർക്കൊരു കുഴപ്പമില്ല, നല്ല വീട് പണിയുന്നു, നല്ല കാറ് മേടിക്കുന്നു, നല്ല ശമ്പളം മേടിക്കുന്നു. അപ്പൊ ആസാഫിന്റെ സംസാരത്തിൽ നിന്ന് ധ്വനിക്കുന്നത് എന്താ? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? നന്മ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികമായ നന്മകളൊക്കെ കിട്ടുക, അതാണ് ദൈവപ്രസാദത്തിന്റെ ലക്ഷണം. പ്രിയപ്പെട്ടവരെ, അവിടെയും ആസാഫ് തെറ്റി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഭൗതിക നന്മയേക്കാൾ ഭൗതികമായ ബുദ്ധിമുട്ടുകളാണ് മനുഷ്യരെ ആത്മീയരാക്കി തീർത്തിട്ടുള്ളത്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പ്രോസ്പെറിറ്റി ഈസ് വേഴ്സ് ദാൻ പോവർട്ടി. ദാരിദ്ര്യത്തെക്കാൾ കുഴപ്പം പിടിച്ച കാര്യമാണ് അഭിവൃദ്ധി എന്ന് പറയുന്നത്. ദാരിദ്ര്യം കുഴപ്പം പിടിച്ച കാര്യമല്ല, അഭിവൃദ്ധി വളരെ കുഴപ്പം പിടിച്ച കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, many have fallen away from God because of prosperity than because of poverty. എല്ലാവർക്കും അത് മനസ്സിലായോ? ദാരിദ്ര്യം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെക്കാൾ വളരെയധികം ആളുകൾ സമ്പൽ സമൃദ്ധി നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ദാരിദ്ര്യവും കഷ്ടപ്പാടും നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ എത്ര പേരെ നിങ്ങൾക്കറിയാം? വിശ്വാസികളുടെ കൂട്ടത്തിൽ വലിയ ദാരിദ്ര്യം വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് അവരുടെ ആത്മീയത്തെ എല്ലാം പോയി, ദൈവത്തിൽ നിന്നൊക്കെ അകന്നുപോയി, ഇപ്പൊ പ്രാർത്ഥിക്കുന്നുമില്ല, വായിക്കുന്നുമില്ല. അങ്ങനെ എത്ര പേരെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് വളരെ ചുരുക്കം അവിടെ ഇവിടെ വല്ലവരെയും അറിയാമായിരിക്കും. കാര്യമായിട്ട് ആരെ അറിഞ്ഞുകൂടാ. എന്റെ രണ്ടാമത്തെ ചോദ്യം, സമ്പത്ത് കൂടിയത് കൊണ്ട് ആത്മീയത്തെ പോയ എത്ര പേരെ നിങ്ങൾക്കറിയാം? ഉത്തരം, പലരെ അറിയാം. അവരിപ്പോഴും യോഗത്തിനൊക്കെ വരുന്നുണ്ടായിരിക്കും, പക്ഷെ ആത്മീയത്തെ എല്ലാം പോയി. അപ്പൊ നമ്മുടെ ദൈവഭക്തി കളയുന്നത് ദാരിദ്ര്യമാണോ സമ്പൽ സമൃദ്ധിയാണോ? കർത്താവ് വിതയ്ക്കുന്നതിന്റെ ഉപമ പറഞ്ഞ കൂട്ടത്തിൽ ആ വിത്ത് മുളച്ചു വരാതിരിക്കാനുള്ള ഒരു കാരണം പറഞ്ഞത് ധനത്തിന്റെ വഞ്ചന. ദാരിദ്ര്യത്തിന്റെ കൂടുതൽ കൊണ്ട് അവര് ചിലരില് അത് മുളച്ചില്ലെന്നല്ല കർത്താവ് പറഞ്ഞ്, പിന്നെ ധനത്തിന്റെ കൂടുതൽ കൊണ്ട് അവരിൽ ചിലർക്ക് അത് മുളപ്പിക്കാനായിട്ട്, മുളച്ചു വരാൻ അനുവദിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ തെറ്റായ ധാരണകൾ, 3 തെറ്റിദ്ധാരണകൾ. ഒന്ന്, വിശ്വാസിക്ക് ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുതലുണ്ട് എപ്പോഴും, അവൻ ഇമ്മ്യൂണാ. രണ്ടാമത്തേത്, കഷ്ടത എപ്പോഴും ദോഷകരമാണ്, അത് ദൈവ സ്വഭാവത്തിന് നിരക്കുന്നതല്ല. നമുക്കറിയാം കഷ്ടത എപ്പോഴും ദോഷകരമല്ല. അതിനെക്കുറിച്ച് പുറകാലെ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, മെറ്റീരിയൽ പ്രോസ്പെറിറ്റി, സാമ്പത്തിക അഭിവൃദ്ധിയാണ്, ഭൗതിക നന്മയാണ് ശരിയായ നന്മ. അല്ല, ഭൗതിക നന്മ പലപ്പോഴും നന്മയേക്കാൾ തിന്മയാണ് നമുക്ക്
തരുന്നത്. യാക്കോബ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഈ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരായി ദൈവം തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭൗതിക നന്മയല്ല ശരിയായ നന്മ, ആത്മീക നന്മയാണ് ശരിയായ നന്മ. അതിന്റെ 17-ാം വാക്യത്തിൽ അവനത് ചിന്തിക്കാൻ ശ്രമിച്ചപ്പോൾ അവനൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? 18-19 വാക്യങ്ങളൊക്കെ പറയുന്നത്, അവൻ ദൈവസന്നിധിയിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അവൻ കാര്യങ്ങളെ കാണാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാൻ നമുക്ക് സാധിച്ചാൽ we will get the right perspective. ശരിയായ കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. എന്താ അവന് കിട്ടിയ ശരിയായ കാഴ്ചപ്പാടിന്റെ ചുരുക്കം? ഞാനത് സമയക്കുറവുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. ആ ശരിയായ കാഴ്ചപ്പാടിന്റെ ചുരുക്കം, ദുഷ്ടന്മാരുടെ നന്മ താൽക്കാലികമാ. 37-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചാൽ ദുഷ്ടന്മാർക്ക് ഇപ്പം നന്മയുണ്ടെങ്കിലും അതെല്ലാം പോകുന്നതാണ്. എത്രയും വേഗത്തിൽ അവർ കഷ്ടത്തിലാകാൻ പോകുകയാണ്. എന്നാൽ നീതിമാന്മാരുടെ നന്മ അത് നിലനിൽക്കുന്നതാണ്. ഈ കാര്യമാണ് ദൈവസന്നിധിയിൽ അവൻ ചെന്നപ്പോൾ അവന് മനസ്സിലായത്. The prosperity of the wicked is temporary and the blessings of the righteous is eternal. അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ അവന് മനസ്സിലായ കാര്യങ്ങൾ താഴെ വിശദീകരിക്കുകയാണ്. ദുഷ്ടന്മാരുടെ നന്മ പെട്ടെന്ന് അവസാനിച്ചു പോകും, നീതിമാന്മാർക്ക് നിലനിൽക്കുന്ന നന്മയുണ്ട്. നീതിമാന്മാരുടെ നന്മകളെ കുറിച്ച് അവന് മനസ്സിലായ കാര്യം കണ്ടോ? അതിന്റെ 23-ാം വാക്യം, ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദൈവ സാന്നിധ്യം അവർക്കുണ്ട്. ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. പിന്നെ നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അത് സെക്യൂരിറ്റിയെ കാണിക്കുക. ദൈവത്തിന്റെ സുരക്ഷിതത്വം എനിക്കുണ്ട്. അതിന്റെ താഴെ നോക്കുക, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നിന്റെ കൗൺസിൽ, നിന്റെ ഗൈഡൻസ്, നിന്റെ നടത്തിപ്പ് എന്റെ ജീവിതത്തിൽ എനിക്കുണ്ട്. 4, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. 4 വാക്കുകൾ നോക്കുക. ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യം. ഗോഡ്സ് സെക്യൂരിറ്റി, ദൈവത്തിന്റെ സുരക്ഷിതത്വം. ഗോഡ്സ് ഗൈഡൻസ്, ദൈവത്തിന്റെ നടത്തിപ്പ്. 4, ഡിവൈൻ ഹോപ്പ്, ദൈവികമായ പ്രത്യാശ. ഇത് ദൈവമക്കൾക്കുണ്ട്, ഇത് ദുഷ്ടന്മാർക്കില്ല. അവരുടെ നന്മയെല്ലാം പെട്ടെന്ന് അവസാനിച്ചു പോകും. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഗോഡ് ഹോൾഡ്സ് മീ, ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു. ഗോഡ് ഗൈഡ്സ് മീ, ദൈവം എന്നെ അവന്റെ ആലോചനയാൽ നടത്തുന്നു. അതിന് താഴത്തെ വാക്യം നാം വായിക്കുമ്പോ, നീ അല്ലാതെ 25-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, നീ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം ദൈവത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ഗോഡ് കാപ്റ്റിവേറ്റ്സ് മീ, ദൈവം എന്നെ പിടിച്ചടക്കിയിരിക്കുന്നു. അതിന് താഴെ ദൈവം അവന്റെ പാറയാണെന്ന് അവൻ പറയുന്നു. അതിന്റെ അർത്ഥം ഗോഡ് സ്ട്രെങ്തൻസ് മീ, ദൈവം എന്നെ ബലപ്പെടുത്തുന്നു. അതിന്റെ ഒടുവിൽ പറയുകയാണ്, കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഗോഡ് പ്രൊട്ടക്ട്സ് മീ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? God holds me, ദൈവം എന്നെ പിടിച്ചിരിക്കുന്നു. God guides me, ദൈവം എന്നെ നടത്തുന്നു. God captivates me, എന്റെ ഹൃദയത്തെ മുഴുവനും അവൻ പിടിച്ചടക്കിയിരിക്കുന്നു. God strengthens me, അവൻ എന്നെ ബലപ്പെടുത്തുന്നു. God protects me, ഞാൻ അവനെ സങ്കേതമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്നെ സംരക്ഷിക്കുന്നു. ഈ കാര്യങ്ങൾ അവന് മനസ്സിലായപ്പോൾ അവൻ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? 28-ാം വാക്യം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. എന്ത് പറഞ്ഞ സങ്കീർത്തനം തുടങ്ങിയത്? ദൈവം നല്ലവനാകുന്നു നിശ്ചയം. ഇടയ്ക്കൊരു കൺഫ്യൂഷൻ പറ്റും. പക്ഷെ ദൈവസന്നിധിയിൽ ചെന്ന് ആത്മീകമായ സത്യങ്ങൾ അവൻ മനസ്സിലാക്കിയപ്പോൾ, ദുഷ്ടന്മാരുടെ നന്മ താൽക്കാലികമാണ്, ദൈവഭക്തന്മാരായവരെ ദൈവം ഏതു കാലത്തും നടത്തും, സംരക്ഷിക്കും, വലം കൈ പിടിക്കും, ആലോചന പറഞ്ഞു കൊടുക്കും, ദൈവം അവരുടെ സങ്കേതവും ബലവുമാണ്. ഈ കാര്യം മനസ്സിലായപ്പോൾ അവരുടെ തൽക്കാലം കഷ്ടമുണ്ടെങ്കിലും അവരുടെ നന്മ നിലനിൽക്കുന്നതാണ്, നിത്യമാണ്. ഇത് മനസ്സിലായപ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. ഇന്ന് രാത്രി നമുക്ക് എന്ത് പറഞ്ഞാ പിരിഞ്ഞു പോകേണ്ടത്? ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഇറ്റ് ഈസ് ഗുഡ് ടു ഡ്രോ നയർ ടു ഗോഡ് എന്ന് പറഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പരിശോധനകളും ഉണ്ട്. എന്നാൽ അവിടെ ദൈവത്തെ സംശയിക്കേണ്ട.
ദൈവത്തോട് അടുത്തിരിക്കുന്നത് നമുക്ക് നല്ലത്. വരുന്ന ആ ദിവസങ്ങളിൽ കഷ്ടതയുടെയും പരിശോധനയുടെയും മറ്റു ഭാഗങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അതിനാൽ പുഷ്ടിപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പഠനത്താൽ നമ്മെ സഹായിക്കട്ടെ.